നമ്മൾ ഗുരുവായൂർ മണ്ഡലത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഗുരുവായൂർ മണ്ഡലത്തിൽ എത്തുമ്പോൾ എന്തായാലും വാർത്തകളിൽ എന്നും ഇടം പിടിക്കാൻ ഒരു പ്രത്യേക കഴിവുള്ള ഒരു സ്പെഷ്യൽ സ്ഥാനാർത്ഥിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിവാദം ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നത് ബി ഗോപാലകൃഷ്ണൻ. ഈ മത്സരത്തിൽ ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്ന പ്രിയപ്പെട്ട ബി ഗോപാലകൃഷ്ണൻ ഉണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിന് വളരെ കുറച്ച് സമയം കിട്ടിയുള്ളൂ. ഇവിടെ അല്ല ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ ഇങ്ങോട്ട് വരേണ്ടി വന്നു. ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇവിടുത്തെ ആളാണ് അല്ലേ, ഗുരുവായൂരിൻ്റെ ഗോപാലകൃഷ്ണൻ. ഗുരുവായൂർ ആകെ ഇതുവരെ ഒരു ഗോപാലകൃഷ്ണനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ രണ്ടാമത്തെ ഗോപാലകൃഷ്ണൻ ഞാൻ ഗോപാലകൃഷ്ണൻ തന്നെ ഈ ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ രണ്ട് ഗോപാലകൃഷ്ണനല്ല, ഒരു ഗോപാലകൃഷ്ണൻ രണ്ടായി നിൽക്കുന്നു എന്ന് മാത്രം. ഗോപാലകൃഷ്ണന്റെ ഒരു അവതാരമാണ് അപ്പൊ ഇത്, അങ്ങനെ വേണം പറയാൻ. എങ്ങനെ പോണു ഗുരുവായൂരിന്റെ ഗോപാലകൃഷ്ണന്റെ പ്രചാരണം? എങ്ങനെ പോണു? ഗംഭീരമായിട്ട് പോകുന്നു. വാസ്തവത്തിലൊരു നിയോഗമായിട്ട് കാണുകയാണ് ഈ പുണ്യനഗരിയിൽ ഞാൻ എത്തിയത്. എൻ്റെ ഒരു ജീവിത ഭാഗ്യമായി കാണുകയാണ്. കാരണം ജീവിതത്തിൽ ഞാൻ പല പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഗുരുവായൂരപ്പനോട് ഞാൻ ആദ്യം വോട്ട് അഭ്യർത്ഥിച്ചത് ഗുരുവായൂരപ്പനോടാണ്. അതെൻ്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായിട്ട് കാണാം. അതിന് രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ. ഇത് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ജനപ്രാതിനിധ്യ നിയമം മതം പറഞ്ഞ് ദൈവത്തെ മുൻനിർത്തി വോട്ട് പിടിക്കുന്നത് നിരോധിച്ചിട്ടുള്ള രാജ്യമാണ് നിയമമൂലം. അങ്ങൊരു അഡ്വക്കേറ്റാണ്. ഒന്നാമത്തെ കാര്യം, ഭരണഘടന അറിയുന്ന ആളാണ്. ഈ വിഷയം വളരെ ഗുരുതരമായ വിഷയമാണ്. ഇവിടെ വന്ന് ഇറങ്ങിയ ഉടനെ ഗുരുഭവനപുരിയിൽ ഹിന്ദുവായ MLA വേണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞത് ഇക്കാര്യത്തിൽ നടപടി സംബന്ധിച്ച് നിയമോപദേശത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വലിയ നടപടിയുടെ വക്കിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഒരു മനസ്താപം പ്രകടിപ്പിക്കുന്നുണ്ടോ? ഇപ്പോൾ എന്തായാലും നോമിനേഷൻ കൊടുത്ത സ്ഥാനാർത്ഥിയായി. ഞാൻ എന്താണോ ഇന്നലെ പറഞ്ഞത് അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞാൻ പുറകോട്ട് പോവില്ല. ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ഞാൻ ഇന്ന് പറയുന്നത്, ഇന്ന് പറഞ്ഞത് തന്നെയാണ് ഞാൻ നാളെ പറയുന്നത്. അതിനകത്ത് ഒരു വ്യത്യാസമില്ല. കാട്ടുകീട എനിക്ക് വ്യതിചലനമില്ല. ഞാൻ ഉറച്ചു നിൽക്കുന്നു. താങ്കൾ ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ ഉപദേശം തേടിയതിന് ശേഷം എനിക്കെതിരെ നടപടിക്ക് പോകും എന്നാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിയമ ഉപദേശം ഒരിക്കലും കിട്ടില്ല. കാരണം ഞാൻ നിയമത്തിൻ്റെ പെർവിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടേ സംസാരിച്ചിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് എനിക്കെതിരായിട്ട് ഏതെങ്കിലും നടപടി എടുക്കണമെങ്കിൽ ഞാൻ കോഡ് ഓഫ് കോണ്ടക്റ്റ് വ്യതിചലിക്കണം. ഞാൻ കോഡ് ഓഫ് കോണ്ടക്റ്റ് വ്യതിചലിച്ചിട്ടില്ല. ഞാൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മുടെ തന്നെ നിരവധി കേസുകളുണ്ട്. അഭിലാഷ്, ഞാൻ ഐ വാണ്ട് ടു ഫിനിഷ്. ഞാൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും കോഡ് ഓഫ് കോണ്ടക്റ്റിനും ഒന്നും എതിരായി ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതൊരു ഫാക്റ്റാണ്. ഈ ഒരു ഫാക്റ്റ് പറയാൻ സത്യത്തിന് മധുരം കുറവാണ്, സൗന്ദര്യവും കുറവാണ്. സൗന്ദര്യം കുറവായതുകൊണ്ട് സത്യം പറയാൻ പാടില്ല എന്നില്ല. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. 1980 ശേഷം ഗുരുവായൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആരാണ് MLA-മാരായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോളൂ. അങ്ങനെ നമ്മൾ MLA മതത്തിൻ്റെ ഐഡൻറ്റിറ്റിയിലാണോ കാണേണ്ടതെന്ന് ഒന്നാമത്തെ പ്രശ്നം. നോക്കൂ, ഇനി ഞാൻ ചില നിയമപ്രശ്നങ്ങൾ പറയാം. KM ഷാജിയുടെ അഴീക്കോട് തെരഞ്ഞെടുപ്പ് കേസ്, PC തോമസിൻ്റെ മൂവാറ്റുപുഴ തെരഞ്ഞെടുപ്പ് കേസ്, ഈ കേസിലൊക്കെ ഖണ്ഡിതമായി കോടതികൾ, അതായത് എപ്പോഴൊക്കെ മതം പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയാണ് കോടതികൾ ചെയ്തിട്ടുള്ളത്. മൂവാറ്റുപുഴയിൽ NDA സ്ഥാനാർത്ഥിയായിട്ടാണ് PC തോമസ് വിജയിച്ചിട്ടുള്ളത്. ഇതേപോലെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി ഉയർത്തുന്നതിൻ്റെ പേരിലാണ് PC തോമസിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി കോടതി എതിർ സ്ഥാനാർത്ഥിയെ വിജയം പ്രഖ്യാപിച്ചത്. ബാൽ താക്കറയെ വോട്ട് ചെയ്യാൻ പോലും വിലക്കിയിട്ടുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, വേണമെങ്കിൽ ബി ഗോപാലകൃഷ്ണനെ 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കാനുള്ള മെറ്റീരിയൽ വരെ ഉള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കത് ക്ലാരിഫൈ ചെയ്ത് ഖേദം പ്രകടിപ്പിച്ച് ഇത് സെറ്റിൽ ചെയ്തുകൂടെയാണ്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, വളരെ കൃത്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പെർവ്യൂവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാനതിൻ്റെ ഫാക്ട്സ് ഞാനിപ്പോൾ റിവീൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ 2 പോയിൻ്റ് അത് വിശദീകരിക്കാം. ഒന്നാമത്തെ കാര്യം, ഞാനൊരു സ്ഥാനാർത്ഥിയല്ല. അന്ന് ഞാൻ സംസാരിക്കുമ്പോൾ കോഡ് ഓഫ് കോണ്ടക്റ്റ് അഭിലാഷിന് ബാധകമാണോ? I am asking a simple question. കോഡ് ഓഫ് കോണ്ടക്റ്റ് താങ്കൾക്ക് ബാധകമാണോ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലല്ലോ. ഇല്ല. തെരഞ്ഞെടുപ്പിൽ ഒരാൾ മത്സരിക്കുന്നത് എപ്പോഴാ? തെരഞ്ഞെടുപ്പിൽ ഒരാൾ അല്ലല്ല അഭിലാഷ്, എല്ലാം നിയമം എന്ന് പറഞ്ഞാൽ അത് സാങ്കേതികത്വമാണ്. ഞങ്ങൾ കോടതിയിൽ വക്കീലന്മാരാണ്. സാങ്കേതികത്വമാണ് നിയമം. ഒരാൾ കാൻഡിഡേറ്റ് ആവുന്നത് നോമിനേഷൻ കൊടുത്ത് ആ നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്ത്
തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആളുകൾ ആരോ അത് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് ഒരാൾ കാൻഡിഡേറ്റായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് എൻ്റെ പാർട്ടി ഗോപാലകൃഷ്ണൻ അവിടെ മത്സരിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥാനാർത്ഥിയാവില്ല. നാളെ വേണമെങ്കിൽ എൻ്റെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുന്ന ലാസ്റ്റ് ഡേ വരെ ആരെ വേണേൽ നിർത്താം, ഇവിടെ എപ്പോൾ വേണേലും മാറാം. എനിക്ക് കോഡ് ഓഫ് കോണ്ടക്റ്റ് ബാധകമാവുന്നത് ഞാൻ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കുമ്പോഴാണ്. അതിനു മുമ്പ് എനിക്ക് ബാധകമല്ല. ഞാൻ തീർത്തോട്ടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഹിന്ദു MLA എന്ന് പറഞ്ഞാൽ, ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താ? അത് സുപ്രീം കോടതി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് കൾച്ചറൽ ആണെന്ന്, നോട്ട് എ റിലീജിയസ്. സുപ്രീം കോടതിക്ക് ഒരു മിനിറ്റ് ഞാൻ തീർത്ത് അങ്ങനെയൊന്നും പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഹിന്ദു MLA. ഹൈക്കോടതി ഹിന്ദു MLA എന്ന് വളരെ കൃത്യമായി പറഞ്ഞല്ലേ. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹിന്ദു MLA എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഹിന്ദു MLA എന്ന് പറയുന്നത് ഒരു വർഗീയ പരാമർശമല്ല. ഞാൻ വോട്ട് പിടിച്ചിട്ടില്ല. ഞാൻ ഹിന്ദു MLA എന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിച്ചിട്ടില്ല. ഞാൻ ആവശ്യപ്പെട്ട, ഞാൻ പറഞ്ഞ ഒരു ഫാക്ടാണ്. ഞാൻ ചോദിച്ചോളാം, അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ഫാക്ട്? ഇപ്പോൾ എറണാകുളത്ത് അപ്പന്റെ മണ്ണിൽ ഒരു ഹിന്ദു MLA വേണമെന്ന് ചോദിക്കാം, പൂർണ്ണത്രയീശന്റെ മണ്ണിൽ ഒരു ഹിന്ദു MLA വേണോ വേണ്ടേ എന്ന് ചോദിക്കാം. അങ്ങനെ ഏത് ഓരോരോ മുസ്ലിം MLA. സത്യത്തിൽ ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ ഗുരുവായൂർ മണ്ഡലത്തിന്റെ പേര് ചാവക്കാട് എന്ന് മാറ്റിയ ഈ പ്രശ്നം തീരുമോ? ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ചാവക്കാട് എന്ന് മാറ്റിയാലും ഗുരുവായൂർ എന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ പറയുന്ന അനുസരിച്ച് ഞാൻ മതം പറഞ്ഞു എന്നാണ് പറയണേ. അങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ എന്ന വാക്ക് പറയാൻ പറ്റില്ല. എന്താ ഗുരുവായൂർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഗുരു എന്ന് പറയുന്നത് ബൃഹസ്പതി, വായു എന്ന് പറയുന്നത് വായു ഭഗവാൻ. ബൃഹസ്പതിയും വായു ഭഗവാനും ചേർന്ന് ഇവിടെ വന്ന് ഒരു പുണ്യനഗരി കണ്ടെത്തുകയും ആ പുണ്യനഗരിയിൽ വിഷ്ണുവിൻ്റെ വിഗ്രഹം സ്ഥാപിക്കുകയും ചെയ്തു എന്ന പ്രാചീന കാലത്ത് തന്നെയുള്ള പൗരാണികമായ ഒരു അർത്ഥതലത്തിൽ വരുന്ന പേരാണ് ഗുരുവായൂർ. ആ ഗുരുവായൂർ അങ്ങനെ പോലെ ഞാൻ പറയണേ ഹിന്ദു വല്ലഭേശ്വരന്റെ നാട് തിരു അല്ലേ? അപ്പൊ കേരളത്തിൽ ഒരു സ്ഥലത്തിന്റെ പേര് മിക്കവാറും പറയാൻ പറ്റില്ല. കേരളത്തിൽ മത്സരിക്കാൻ പറ്റുള്ളൂ. അല്ല, അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇതൊക്കെ കൾച്ചറാണ്.